ഇന്ന് നമുക്ക് നോമ്പുതുറയ്ക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സമൂസ തയ്യാറാക്കിയാലോ. അപ്പോൾ ഈ ക്രിസ്പി സമൂസ തയ്യാറാക്കി എടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം സവാളയാണ് ചേർക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് സവാള വഴന്ന് വരുമ്പോൾ തന്നെ 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും 1/2 ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. വേവിച്ച ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. ഈ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമോസ ഷീറ്റ് എടുക്കാം. ഞാനിത് റെഡിമെയ്ഡായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ രീതിയിലൊന്ന് മടക്കണം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കുക. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ആ കോർണറിൽ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ വേണം ഒന്ന് മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലൊരു കോൺ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ചിക്കൻ്റെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ സമോസയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദയുടെ പേസ്റ്റാണ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് ആ കോർണറിൽ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ വേണം മടക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമുക്കിത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് പുറത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഇതേ അളവിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 9 ചിക്കൻ സമോസ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും തിരിച്ചും മറിച്ച് വിട്ട് നല്ലതുപോലെ പാകത്തിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ക്രിസ്പി ചിക്കൻ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ തരാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്